3D വരുമ്പോൾ കുറെ ടൂൾസ് ഒക്കെ പഴയത് തന്നെയാണ്. പക്ഷെ 3D കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പുതിയ കുറെ ടൂൾസ് ഇതിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയുക. ഇപ്പോൾ പ്രിസം, പിരമിഡ് ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഒരുപക്ഷെ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ 3 ആക്സസ് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ കാണാം. ഇത് നമ്മുടെ XY പ്ലെയിൻ തന്നെയാണ്. ഒരു എക്സാമ്പിളിൽ നമ്മൾ ഈ XY പ്ലെയിനിൽ എന്തെങ്കിലും ഒന്ന് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അതേ സർക്കിൾ നമുക്കിവിടെ ഈ 3D ഗ്രാഫിക്സിലെ XY പ്ലെയിനിലും കാണാം. ഇപ്പൊ അത് സർക്കിളായിട്ടല്ല നമുക്ക് തോന്നുന്നത്, ഒരു എലിപ്റ്റിക്കലായിട്ടാണ് തോന്നുന്നത്. അതിന്റെ റീസൺ നമ്മൾ അതിനെ കാണുന്ന ഒരു ആംഗിൾ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ഈ ഗ്രാഫിക്സിൽ നമ്മൾ അതിനെ സർക്കിളിനെ നേരെ ആ പ്ലെയിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ മറ്റൊരു ആംഗിളിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ഉണ്ട്. അത് ഈ 3D ഗ്രാഫിക്സിൽ ഉള്ളൊരു ടൂളാണ്. 2Dയിൽ അത് അവൈലബിൾ അല്ല. ആ ടൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ കാണുന്ന XY പ്ലെയിൻ ആണ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ XY പ്ലെയിനിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നോ അത് മുഴുവൻ ഇവിടെ കാണാം. ഇനി നമുക്കിപ്പോ ഇവിടെ വ്യൂ ചെയ്യണ്ട എന്ന് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ സർക്കിള് എനിക്കത് ഗ്രാഫിക്സിൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോയിട്ട് അതില് അഡ്വാൻസ്ഡ് ഇതിന്റെ ലൊക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. അതില് ഇപ്പൊ ഗ്രാഫിക്സും 3Dയും അത് രണ്ടും നമുക്ക് അതിൽ രണ്ടിലും ടിക്ക് മാർക്ക് കാണാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കളയാവുന്നതാണ്. ഇപ്പൊ ആ 3Dയിൽ ഇപ്പൊ ആ സർക്കിള് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ഒരു പ്രിസം കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് നോക്കാം. തൽക്കാലം ഞാൻ ഈ സർക്കിളൊക്കെ ഹൈഡ് ചെയ്യുന്നു. ഈ ഒരു കൺസ്ട്രക്ഷന്റെ ലോജിക് എന്ന് പറയുന്നത് ഒരു പ്രിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് ഈ റെക്ടാങ്കിളിനെ മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്, എക്സ്ട്രൂഡ് പ്രിസം എന്ന് പറയുന്ന ടൂൾ. ഈ ടൂളിന്റെ ഐക്കൺ കാണുമ്പോഴേ അറിയാം അതെങ്ങനെ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ ബേസിനെ മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഐക്കൺ ഉള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രിസം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എളുപ്പം നമുക്ക് 2Dയിലാണ്. അതുകൊണ്ട് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്യും. 2D ഗ്രാഫിക്സില് വെറുതെ ഒരു റെക്ടാങ്കിൾ. ഓക്കെ, അപ്പൊ ഇനിയും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അത് ശരിക്കും റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിന്റെ എല്ലാ ലേബൽ ഇവിടെ വരും. ഇപ്പൊ നമ്മൾ ഈ ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരു പ്രിസം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ എഡ്ജസ്, അതിന്റെ ഫേസസ്, ഇതിന്റെ എല്ലാ ലേബല് ഇവിടെ നമുക്ക് കാണും. എന്ന് പറഞ്ഞാൽ അത് ആകെ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ആദ്യം തന്നെ ഈ ലേബലൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അത് ഓപ്ഷനിലൊന്ന് പോയാൽ മതി. ഇതില് ലേബലിംഗ് എന്നുള്ളതിൽ നോ ന്യൂ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ആദ്യമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ആ ലേബല് ഹൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആദ്യം ഒന്ന് നോക്കുന്നു. നമ്മുടെ റെക്ടാങ്കിൾ ഒന്നുകൂടി ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നു. റെക്ടാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് 3D നമുക്കൊന്ന് കാണാവുന്ന പോലെ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ 3D ഇപ്പൊ ഗ്രാഫിക്സ് വ്യൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള ടൂളാണിത്. അപ്പൊ ഇത് പിടിച്ച് നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്സ് വ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാം. അതേപോലെ തന്നെ 3D ഗ്രാഫിക്സും ഇതേ ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാം. പക്ഷെ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 3D ഗ്രാഫിക്സിൽ വരുമ്പോൾ
നമുക്കിത് 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരൊറ്റ ടൂള് കൊണ്ട് എങ്ങനെയാ സാധിക്കുന്നത് നോക്കിക്കോളൂ. ഇപ്പൊ ഇതിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഈ കഴ്സർ നോക്കിയാൽ അറിയാം, അതിന്റെ ആരോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി അതേ ടൂൾ ഉപയോഗിച്ചൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ മാറി. അപ്പൊ ഇത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഓക്കെ, അപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന റെക്ടാങ്കിൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ XY പ്ലെയിൻ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഈ ടൂളാണ് എടുക്കുന്നത്, എക്സ്ട്രൂഡ് ടു എ പ്രിസം എന്ന് പറയുന്ന ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്. ആ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എൻ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരു നമ്പർ 3 എന്നോ 4 എന്നോ എൻ്റർ ചെയ്യാം. ഓക്കെ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രിസം. ഇവിടെ ഈ ആക്സസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഓക്കെ, ഈ പ്രിസം വേണമെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിലും നമുക്ക് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി ഈ റൊട്ടേഷൻ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഫ്രീ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഞാനത് മാനുവലി ചെയ്യുന്നതല്ല. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ നിൽക്കും. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് ഡൂ ചെയ്യാം. ഇതേപോലെ തന്നെ ഇതിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതില് ഈ പ്രിസം അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇതില് ഏതാണ് പ്രിസം എന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ആൾജിബ്ര വ്യൂവിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സോർട്ട് ബൈ ഒബ്ജക്ട് ടൈപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിസം ഏതാണെന്നുള്ളത് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല. അത് ഇതൊക്കെ ആൾജിബ്ര വ്യൂ എന്ന് സെലക്ട് ചെയ്യുന്നതാവും നന്നാവുക. കാരണം ഇവിടെ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്താൽ ഇതിന്റെ ഒരു ഫേസ് മാത്രമായിരിക്കും സെലക്റ്റഡ് ആവുക. ഓക്കെ, അപ്പൊ ഇത് നന്നാവുക ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇതിന്റെ ഒപ്പാസിറ്റി, ചിലത് ഒപ്പാസിറ്റി കൂട്ടുന്നതോടുകൂടി തന്നെ ഇപ്പൊ ഇത് ട്രാൻസ്പാരന്റ് ആണ്, നമുക്ക് ആ ഫേസസ് ഒന്നും കാണില്ല. അതിന്റെ ഒരു ട്രാൻസ്പാരൻസി കുറഞ്ഞു വരും. പിന്നെ അതേപോലെ തന്നെ ഈ 3Dയിലുള്ള 1-2 സെറ്റിങ്സും കൂടി അറിഞ്ഞിരിക്കാം. ഇപ്പൊ ഇതില് ഈ ലൈൻ ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണം നമുക്കിപ്പോ ഇതിന്റെ ഒപ്പാസിറ്റി ഒന്നുകൂടി കൂട്ടുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാം. ഈ ലൈൻ നമ്മളിപ്പോ കാണുന്നത് ഈ സർഫസിന്റെ പുറകിലായിട്ടാണ്, ഈ ഫേസിന്റെ പുറകിലായിട്ടാണ് നമ്മൾ ഈ ലൈൻ കാണുന്നത്. ഓക്കെ, അപ്പൊ രാമാനുജ സാറേ പോയോ? സുധീർ സർ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഞാനത് ഒന്നുകൂടി ഒന്ന് ചെയ്യാം. അത് 3D നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ സിസ്റ്റം പെട്ടെന്ന് ഹാങ് ആവുന്നുണ്ട്.
പ്രസന്റേഷൻ ഇപ്പൊ ഓക്കെ ആണോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അല്ല, ഞാനിപ്പോ വേറെ സിസ്റ്റത്തിൽ നിന്ന് കയറിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഈ ലൈനിന്റെ ഒരു സ്റ്റൈല് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡോട്ടർ ലൈൻ എന്നുള്ളതിന് പകരം അതിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റൈൽ ഹിഡൻ ലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഡാഷ്ഡ് എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അത് അൺചേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തിലൊക്കെ നമുക്കത് മാറ്റാം. അപ്പൊ ഇതാണ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. ഇനി ഇതില് നമ്മളിപ്പോ ഈ 3D ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഇപ്പൊ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ ഇതിന്റെ സർഫസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഈ ഒരു ബോക്സിനെ ഇങ്ങനെ ഒന്ന് പൊളിച്ച് അതിനെ ഓരോ റെക്ടാങ്കിൾസ് ആക്കിയൊക്കെ കാണാറുണ്ട്. അതിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ടൂള് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഇതില് നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇതിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നെറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ ഇത് ഈ നെറ്റ് ടൂള് നമ്മൾ എടുക്കുന്നതോടുകൂടി തന്നെ ഇവിടെ നമുക്കൊരു സ്ലൈഡർ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടാണ്. ഇവിടെ ഒരു സ്ലൈഡർ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ടിവിക്കൊക്കെ റിമോട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഈ സാധനം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുകയോ അൺഫോൾഡ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയോ അൺഫോൾഡ് ചെയ്യുകയോ ചെയ്യാം ഇത് ഉപയോഗിച്ച്. ഇനി നമുക്ക് ഈ നെറ്റ് മാത്രം മതി, ആ ഒറിജിനൽ പ്രിസം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആൾജിബ്ര വ്യൂവിൽ പോയിട്ട്, ഞാൻ ഈ ആൾജിബ്ര ഹൈഡ് ചെയ്തിട്ടതാണ്, കാരണം ആൾജിബ്രയും കൂടെയൊക്കെ വരുമ്പോഴാണ് ഇത് ഹാങ് ആവുക. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ, ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. 1 by 1 ആയിട്ട് ഹൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്ക്യൂസ് മീ, ഇൻ ബിറ്റ്വീൻ ഒന്ന് വോയിസ് ബ്രേക്ക് ആയി. ആ നെറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞിരുന്നത് സാറ്? നെറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമ്മുടെ ഒറിജിനൽ പ്രിസം ഒന്ന് ഹൈഡ് ചെയ്യുക. അത് ആൾജിബ്ര വ്യൂവിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഇതിൽ ഇ എന്നുള്ളതാണ് നമ്മുടെ പ്രിസം. അത് അവിടെ നിന്ന് ഹൈഡ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഫേസസും സൈഡ്സും ഒക്കെ ഹൈഡ് ആയിക്കോളും. ഓക്കെ. അപ്പൊ ഇതുവരെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ചിലപ്പം നിങ്ങൾ കൂടെ ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. എന്തെങ്കിലും സംശയം? ഇല്ല സർ. ഓക്കെ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. ഓക്കെ സർ. ശരി. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് ഇപ്പൊ ഈ പ്രിസം കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ ബേസ് എന്തും ആവട്ടെ, നമ്മളിപ്പോ ഇതൊരു റെക്ടാംഗുലർ പ്രിസം ആണെന്നേ ഉള്ളൂ, ഇതിന്റെ ബേസ് ഏത് പോളിഗണും ആകാം. ഓക്കെ.
ഇതേപോലെ തന്നെ നമുക്കൊരു പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പിരമിഡ് ആകുമ്പോൾ അതിന്റെ പല ഹൈറ്റ്, സ്ലാങ് ഹൈറ്റ്, ഇതുപോലെയുള്ളതൊക്കെ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിത് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോ ഒരു സ്ക്വയർ പിരമിഡ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഇതേപോലെ തന്നെ ഒരു സ്ക്വയർ, ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, ഇവിടെ ആ ടൂള് കണ്ടാൽ അറിയാം, ഇതാണ് ടൂള്. അപ്പൊ ഇതെടുത്തിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കും, അത് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെയൊക്കെ നെറ്റൊക്കെ നമുക്ക് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഇവിടെ നമ്മളിപ്പോ ആൾട്ടിറ്റ്യൂഡ് 4 എന്നാണ് എടുത്തത്. പകരം ഞാൻ അതൊരു നെഗറ്റീവ് നമ്പർ ആണ് കൊടുക്കുന്നതിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കോളൂ. ഞാൻ ഇതൊന്ന് അൺഡു ചെയ്യുന്നു. ഇപ്പൊ -4 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നേരെ തിരിഞ്ഞ് താഴേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഈ കൺസ്ട്രക്ഷന്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ പ്ലെയിൻ ചില ഈ ബേസ് ഒരു പ്ലെയിൻ ഡിറ്റർമിൻ ചെയ്യുമല്ലോ. നമ്മൾ ഈ പ്ലെയിനിന്റെ ഏത് ഭാഗത്താണോ ക്ലിക്ക് ചെയ്യുന്നത് അവിടേക്കാണ് ഈ നമുക്ക് നമ്മുടെ പിരമിഡ് കിട്ടുക. ഓക്കെ, അത് തന്നെ ആൾട്ടിറ്റ്യൂഡ് നെഗറ്റീവ് എന്ന് കൊടുത്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. അതാണ് ഇതിന്റെ ഒരു ലോജിക്. അപ്പം തൽക്കാലം നമുക്ക് പഴയയിലേക്ക് തന്നെ പോകാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 3Dയിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്കത് പറ്റില്ല, കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ടൂള് മാറും. അപ്പൊ നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് 3Dയിൽ തന്നെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മളിത് ക്ലാസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, അത് തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന് ആദ്യം ഇതിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഇതിന്റെ വെർട്ടെക്സ് ഉണ്ട്. ഇതിന്റെ ബേസിന്റെ മിഡ് പോയിന്റിലേക്കാണ് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മള് ഈ മിഡ് പോയിന്റിന്റെ ടൂൾ എടുത്തിട്ട് ഇവിടെയും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബേസിന്റെ മിഡ് പോയിന്റ് ആയി. എന്നിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഓക്കെ, അതേപോലെ സ്ലാൻഡ് ഹൈറ്റ് കാണിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ മിഡ് പോയിന്റ് ടൂൾ എടുത്തിട്ട് ഈ ഏതെങ്കിലും ഒരു എഡ്ജ്, ആ ഒരു എഡ്ജിന്റെ മിഡ് പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കാണിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ലൈനിന്റെ പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഡോട്ടർ ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഈ ലൈൻ സെഗ്മെന്റ് കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിന്റെ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് അൺഫോൾഡ് ചെയ്ത് കാണിക്കാം. അപ്പോ നെറ്റ് ടൂൾ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഒറിജിനൽ റിസൾട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം. ഒറിജിനൽ പിരമിഡ് നമ്മൾ ഹൈഡ് ചെയ്യും. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന് ഫോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി ശരിക്കും ഇപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പൊ അത് വേണമെങ്കിൽ അതൊന്ന് ആ ട്രയാങ്കിളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ട്രയാങ്കിൾ തന്നെ നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക കളറൊക്കെ കൊടുത്ത് നമുക്കതിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മളത് ലൈൻ സെഗ്മെന്റ്സ് വെച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പൊ പിന്നെ അത് നമുക്ക് വേറൊന്നും അത് ചെയ്യാനില്ല. അതേസമയത്ത് പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നതെങ്കിൽ
ആ ട്രയാങ്കിളിന്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം. ഓക്കെ. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എന്തെങ്കിലും എൻറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഹൈറ്റ് എച്ച് എന്ന് കൊടുക്കണമെങ്കിൽ അതും സൗകര്യം ആ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അപ്പൊ ഞാൻ അവിടെ മിഡ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ആ മിഡ് പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എച്ച് എന്ന് കൊടുക്കാം. അപ്പൊ അവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ആ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ മിഡ് പോയിന്റ് ഹൈഡ് ചെയ്യാം. ആ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ടെക്സ്റ്റിന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മാറ്റാവുന്നതാണ്. അതിന്റെ സൈസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ കളറും ഒക്കെ നമുക്ക് മാറ്റാം. ഓക്കെ. ഇതുപോലെ ഇപ്പൊ ഇത് സ്ലാം ഹൈറ്റ് എൽ എന്നുള്ള ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എൽ എന്നുള്ള ടെക്സ്റ്റോടെ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയും. ബാക്കി ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തല്ലേ? ഇല്ല സർ, ഇല്ല. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെയാണ് സർ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, ഞാൻ അപ്പൊ അടുത്തതിലേക്ക് പോകാം. തൽക്കാലം നമ്മൾ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇതേ ടൂള് തന്നെ നമുക്ക് ഇതാ ഇവിടെ നമ്മൾ എക്സ്ട്രൂഡ് ടു എ പിരമിഡ് എന്നേ കാണിച്ചിട്ടുള്ളൂ. എങ്കിലും ഇതേ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു കോൺ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. അത് വെറുതെ അതിന്റെ കൺസ്ട്രക്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഐക്കണില് പിരമിഡ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ജിയോജിബ്രയുടെ ചില വെർഷനിൽ അത് പിരമിഡ് ഓർ കോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കൺസ്ട്രക്ഷൻ ഇതേപോലെ തന്നെയാണ്. ഒരു സർക്കിള് വരയ്ക്കുക. സർക്കിള് വരച്ചിട്ട് നമ്മൾ ഈ സെയിം ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺ കിട്ടും. ഓക്കെ. പക്ഷെ ഇതില് ഈ നെറ്റ് ടൂള് ഈ കോണില് വർക്ക് ചെയ്യില്ല. നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺ കിട്ടില്ല. കാരണം നെറ്റ് എന്ന് പറയുന്നത് പോളിഹെഡ്രേഴ്സിന് മാത്രമാണ്. അതിന്റെ ഫേസസ് എല്ലാം റെക്ടാങ്കിൾസ് ആയിട്ടുള്ള അത്തരം സോളിഡ്സിന് ഈ നെറ്റ് ടൂൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അത് കോണിന്റെ നെറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ അത് കിട്ടില്ല. ഇനി നമ്മൾ ഇതിലുള്ള മറ്റ് ചില ടൂൾസ് കൂടി എന്ന് പരിചയപ്പെടുകയാണ്. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഈ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഈ പല ടൂളും നമുക്ക് ജസ്റ്റ് ആ ടൂളിൽ കൊണ്ടുവന്ന ഈ കഴ്സർ എന്ന് വെച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ഇപ്പോ സിലിണ്ടറിന്റെ ഒരു ടൂള് അത് എക്സ്ട്രൂഡ് ചെയ്തിട്ടല്ല അത് ചെയ്യുന്നത്, അതുകൊണ്ട് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ടൂൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. ഓക്കെ. സിലിണ്ടർ ടൂൾ ഒന്ന് എടുത്തിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ ഒന്ന് നോക്കിയാൽ അറിയാം. 2 പോയിന്റ്സ് സെലക്ട് ചെയ്യുക, റേഡിയസും സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ സിലിണ്ടർ വരയ്ക്കാൻ നമുക്ക് ഈ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ബേസ് സർക്കിൾ എടുത്തിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സിലിണ്ടർ വരയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പോ ബേസ് എക്സ് ആക്സിസിലൊക്കെയാണ് അത് വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോ അതിന്റെ ആ ഒരു ഡയറക്ഷനിലേ നമുക്ക് സിലിണ്ടർ കിട്ടുള്ളൂ.
മറ്റേ ഇതാവുമ്പോൾ ഏത് 2 പോയിന്റ്സും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സിലിണ്ടർ വരയ്ക്കാം. അതേപോലെ തന്നെ കോണും. ഓക്കെ, സിലിണ്ടറും കോണും ഒരേപോലെ തന്നെ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ സിലിണ്ടർ മാത്രം ഒന്ന് നോക്കാം. അപ്പൊ വെറുതെ 2 പോയിന്റ്സ് നമ്മളൊന്ന് എടുക്കുന്നുണ്ട്. ഒന്ന് 0 0 0 തന്നെ ആയിക്കോട്ടെ. അടുത്തത് 3 2 4. ഓക്കെ, ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ടൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ വെറുതെ നമ്മൾ സിലിണ്ടറിനോ കോണെന്നോ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് കമാൻഡ് കൊടുത്തും ചെയ്യാവുന്നതാണ്. ഈ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഈ 2 പോയിന്റില് ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിന്റെ റേഡിയസ് എത്ര വേണം എന്ന് നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസിലുള്ള സിലിണ്ടർ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് റേഡിയസ് ഒക്കെ ഒരു വേരിയബിൾ ആയിട്ട് സ്ലൈഡർ ഒക്കെ വെച്ച് കൊടുക്കാം. ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് സ്ലൈഡർ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സിലിണ്ടർ റേഡിയസോ അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റോ ഒക്കെ മാറ്റുന്നതിന് വേണ്ടി സ്ലൈഡറിനും ഒക്കെ ഉപയോഗിക്കാം, സിലിണ്ടറിനും കോണിനും ഒക്കെ. ഇത് സിലിണ്ടറിന് പകരം നമ്മൾ കോണാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതാ കോണാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഓർഡർ ശ്രദ്ധിക്കണം. ബോട്ടം പോയിന്റ് ടോപ്പ്. ഓക്കെ, അതിപ്പോ 2 രീതിയിലൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഞാനിപ്പോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, റേഡിയസ് 3 എന്തെങ്കിലും കൊടുത്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ഇതിന്റെ ടോപ്പായിട്ട് വരുന്നത്, ഇതിന്റെ വെർട്ടെക്സ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, തിരിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ചൊരു പിന്നെ സിലിണ്ടർ ആയിരിക്കും, കോണായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ടൂൾ. ഇനി ഇതേപോലെ നമുക്ക് ഇതുപോലെ പുതിയൊരു കാര്യം നോക്കാം. ഇതിലെ സംശയം ഉണ്ടാകുന്ന വഴിയില്ല. നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സോളിഡ് ആണ് പാരലോപിപ്പഡ്. ഈ പാരലോപിപ്പഡ് പോലെയുള്ളതൊക്കെ ഇതിലെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോ ഇതിന്റെ ബേസ് എന്തായാലും പാരലോഗ്രാം ആയിരിക്കും, അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ വെറുതെ ഒരു പാരലോഗ്രാം ആദ്യം ഒന്ന് വരയ്ക്കുക. പാരലോഗ്രാം വരയ്ക്കാൻ നമ്മൾ ഈ ഗ്രിഡ് ഉപയോഗിച്ച് വരച്ചാലും മതി, അതായിരിക്കും നമുക്ക് എളുപ്പം. തൽക്കാലം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റാം. അപ്പൊ ഇതിന്റെ ബേസ് നമുക്ക് പാരലോഗ്രാമായി. ഇനി പാരലോപിപ്പഡിന്റെ ഒരു പർട്ടിക്കുലർ കേസ് മാത്രം നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കൊരു പാരലോപിപ്പഡ് വരയ്ക്കാം. ഈ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചാൽ കിട്ടും നമുക്ക്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു പാരലോപിപ്പഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ പർട്ടിക്കുലർ കേസ് ആണെന്ന് മാത്രം. കാരണം ഇതിന്റെ 2 ഫേസസ് മാത്രമേ പാരലോഗ്രാംസ് ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ റെക്ടാങ്കിൾസ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മളൊരു ജനറൽ കേസ് വേണമെങ്കിൽ അപ്പൊ എന്താ വേണ്ടത്? ഈ എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്രിസമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ബേസ് ഇങ്ങനെ തന്നെ നിർത്താം. മൂന്നാമത്തെ വെർട്ടെക്സ് ഇപ്പൊ ഇത് XY പ്ലെയിനിലാണ്, അപ്പൊ അതിന്റെ നേരെ മുകളിലായിട്ടാണ് മൂന്നാമത്തെ വെർട്ടെക്സ് വന്നിട്ടുള്ളത്. ഇത് ഇത്തിരി ഒന്ന് മാറിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതിന് പകരം ഒരു പ്രിസം കിട്ടുന്നതിന് വരെ നമുക്കൊരു പാരലോപിപ്പഡ് കിട്ടും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് പോട്ടെ, ആ പാരലോഗ്രത്തിൽ തന്നെ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത് വെച്ച് മനസ്സിലൊന്ന് ആലോചിക്കുകയാണ്. ഇതിപ്പോ ഈ ഒരു പോയിന്റ് നമ്മൾ ഒന്ന് മനസ്സിൽ കാണാം. ഈ പോയിന്റ് 1 ആണ്. അപ്പൊ ഇതിന്റെ നേരെ മുകളിൽ വരുന്ന ഏത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ മുകളിലേക്ക് Z ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഏത് പോയിന്റിന്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും 1 ആയിരിക്കും. ഇതില് നമ്മൾ എടുക്കുന്ന പോയിന്റ് കുറച്ചൊന്ന് മാറി എടുക്കണമെങ്കിൽ ഇപ്പോ 3 to X കോർഡിനേറ്റും Y കോർഡിനേറ്റും വരുന്ന പോലെ ഒരു പോയിന്റ്. അപ്പോ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊന്ന് ചെയ്യണം. ഒരു പോയിന്റ് അങ്ങനെ കൊടുക്കുന്നു, 3 2 പിന്നെ Z കോർഡിനേറ്റ് 4 എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഈ ടൂളാണ് എടുക്കുന്നത്.
ഓക്കെ, പ്രിസം എന്നാണ് അതിന്റെ പേരെങ്കിലും നമുക്ക് അത് ഉപയോഗിച്ച് ഇത് വരയ്ക്കാം. ഇതെടുത്തിട്ട് അപ്പൊ അതെടുത്താൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ പറയും. ഒരു പോളിഗൺ, ഇതിന്റെ ബോട്ടത്തിന് വേണ്ടിയിട്ട് ഒരു പോളിഗൺ, എന്നിട്ട് ടോപ്പ് പോയിന്റ് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് പോയിന്റ് ആയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോ ഇതില് ഞാൻ ആദ്യം ഈ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത ഒരു ഓർഡർ, ഈ പോയിന്റ് ആണ് ആദ്യം ഞാൻ സെലക്ട് ചെയ്തത് പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ആ പോയിന്റ് എ എന്നുള്ളത്. നമ്മൾ ബേസിലുള്ള പാരലോഗ്രാം വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിലാണോ തുടങ്ങുന്നത്, ഇപ്പൊ ഈ ബേസ് ഒക്കെ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൊടുത്ത പോയിന്റ് ഇതാണ് അവസാനം നമ്മൾ പിന്നെ എൻട്രി ചെയ്ത പോയിന്റ് 3 to 4 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എൻട്രി ചെയ്ത പോയിന്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷനിൽ വരുന്നൊരു പ്രത്യേകത, ഞാൻ ആദ്യം കൊടുത്ത ഈ പോയിന്റിൽ നിന്നാണ് ഈ മുകളിലുള്ള പോയിന്റിലേക്കുള്ള ആ വെർട്ടെക്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി തിരിച്ചെനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ ബേസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. വേണമെങ്കിൽ നമുക്കത് ആ രൂപത്തിലൊന്ന് മാറ്റിയൊന്ന് നോക്കാം. ഈ കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആദ്യം മുതലൊന്ന് ചെയ്യാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോയിന്റ് ഓർഡർ കിടന്നാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടുന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കണ്ട നേരത്തെ ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ബേസിലുള്ള പാരലോഗ്രാം എവിടെ നിന്നാണോ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയത് ആ പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഈ മുകളിലുള്ള ടോപ്പിലേക്കുള്ള ഈ എഡ്ജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതുപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിപ്പോ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെക്ടേഴ്സ് സൈഡ്സ് ആയിട്ട് വരുന്ന പോലെയുള്ള ഒരു പാരലോഗ്രാം വളരെ എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ വെക്ടേഴ്സ് അങ്ങ് വരയ്ക്കുക, എന്നിട്ട് അപ്പൊ അതിന്റെ എൻ പോയിന്റ്സ് കിട്ടുമല്ലോ, അത് ഉപയോഗിച്ച് അതിന്റെ ബേസ് ആയിട്ട് വരുന്ന പാരലോഗ്രാം വരയ്ക്കുക. പിന്നെ മൂന്നാമത്തെ വെക്ടർ സൂചിപ്പിക്കുന്ന അതിന്റെ എൻ പോയിന്റ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. ഇന്ന് ആർക്കും ഒരു സംശയം ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല സാർ, ഓക്കെയാണ്. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെയാണ്, കിട്ടിയിട്ടുണ്ട്.
സർ മ്യൂട്ട് മാറ്റിയില്ല എന്ന് തോന്നുന്നു. കേൾക്കണില്ല. രാമൻ സാറേ മൈക്ക് ഓൺ ആക്കിയില്ല. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം ഓക്കെ കേൾക്കാം. സർ, കേൾക്കാം കേൾക്കാം. അപ്പൊ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തോണ്ട് ഞാനിപ്പോ അതാണ് പറഞ്ഞു വന്നത്. അത് ഒന്നുകൂടി ഒരു പ്ലെയിൻ ഇക്വേഷൻ അത് കൊടുത്തോണ്ട് ഒരു പ്ലെയിൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം ഇപ്പൊ നമ്മളൊന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ ഇക്വേഷൻ 2x പ്ലസ് 3y മൈനസ് 4z ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പ്ലെയിൻ ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഇതിന്റെ മറ്റേ എഡ്ജസ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആയ പോലെ ആണ് നിൽക്കുന്നത്. ഇനിയും ഓൾറെഡി നമുക്കിവിടെ ഒരു പ്ലെയിൻ കാണാം. ഇത് നമ്മുടെ XY പ്ലെയിൻ ആണ്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യും. അപ്പൊ ഈ പ്ലെയിനിന്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഇപ്പൊ ഈ എഡ്ജസ് ഫെയ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയുള്ള അതൊക്കെ ഒന്ന് ആ ഒരു അപ്പിയറൻസ് ഒക്കെ നമുക്കൊന്ന് മാറ്റാം. ഒബ്ജക്ട് പ്രോപ്പർട്ടി പോയിട്ട് ഇതിന്റെ സ്റ്റൈൽ ഇതില് ഫെയ്ഡിങ് എന്ന് ഉണ്ട്. ആ ഫെയ്ഡിങ് നമ്മൾ 0യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ചില സമയത്ത് ചില ഇതിൽ നമുക്ക് ആ ഫെയ്ഡിങ് ആവശ്യവുമാണ്. അപ്പൊ തൽക്കാലം ഇതിനെ ഇങ്ങനെ നിർത്താം നമുക്ക്. ഓക്കെ, അപ്പൊ ഈ പ്ലെയിൻ ഇവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മൾ അതിനെ ഒന്ന് ഹൈഡ് ചെയ്യും. ഇനി നമ്മുടെ ഉദ്ദേശം നമ്മള് കോണിക് സെക്ഷൻ പറയുമ്പോൾ ഒരു കോണിനെ പ്ലെയിൻ കട്ട് ചെയ്യുന്ന ആ ഒരു കർവ് ഒക്കെ എങ്ങനെ കാണിക്കാം എന്നത്. അപ്പൊ ആദ്യം കോണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒന്ന് രണ്ട് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ആക്സസും കൂടിയൊക്കെ ഒന്ന് എടുക്കുന്നു. ഇവിടെ നമ്മളൊരു കോൺ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ബേസ് വേണം. ബേസ് സർക്കിൾ ആണ്. ഓക്കെ, ഈ ഒരു കോണിനെ
ഈ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് ആക്സിസ് നിങ്ങൾ ഹൈഡ് ചെയ്യാം. ഈ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു പോർഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഒരു ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ അതിന് ഈ ടൂൾ എടുത്താൽ ഇന്റർസെക്ട് ടു സർഫസസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് സർഫസില് ഇന്റർസെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം ആക്ച്വലി അതൊരു എലിപ്സ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു കർവ് ഇപ്പൊ നമുക്ക് കാണാവുന്നത് ഇപ്പൊ ഈ കോണും ബേസിലുള്ള പ്ലെയിനും ഒക്കെ അങ്ങ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന കർവ് നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. വേണമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ശരിക്ക് ഒരു എലിപ്റ്റിക്കലായിട്ട് വരേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് കൂടി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കോണിക് സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കോണല്ല. നമ്മൾ ഒരു ഇൻഫിനിറ്റ് കോണാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോ ഇതിന്റെ ഈ ബേസിലുള്ള സർക്കിളും കൂടി ചേർന്നിട്ടാണ് ഇതിനെ ഒരു കോണായിട്ട് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബേസിലുള്ള സർക്കിള് ഈ കോണിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മള് ഈ പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യാന്ന് പറയുന്നത് കോണിന്റെ ആ കർവ്ഡ് സർഫസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതാണ് ഈ എലിപ്സിന്റെ ഒരു പോർഷൻ. അതിനോടൊപ്പം ഈ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ കൂടി ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു കോണല്ല വേണ്ടത്. അതിന് പകരം ഇതിനൊരു ബേസ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ബേസ് ഹൈഡ് ചെയ്തിട്ട് ഈ ലൈൻ സെഗ്മെന്റ് ഒക്കെ ഹൈഡ് ചെയ്തൊക്കെ എടുക്കാം നമുക്ക്. പക്ഷെ ഈ ലൈൻ സെഗ്മെന്റ് മാത്രമായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം അത് ഈ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു കർവ് ഒരുമിച്ചാണ് കാണുന്നത്. എലിപ്സിന്റെ ഈ ഒരു ഭാഗവും ലൈൻ സെഗ്മെന്റും കൂടിയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോൺ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. മാത്രമല്ല നമ്മുടെ കോൺ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നതല്ല, ഒരു തിരിച്ചു മറിച്ചും വരുന്നതാണ്, ഡബിൾ നെക്ഡ് കോണാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഒരു കോൺ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തൊന്ന് നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ പോട്ടെ. പ്ലെയിൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആക്സിസ് എടുക്കാം. ഓക്കെ, ഇവിടെ കോൺ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു 3 വരുന്നത്. സർക്കിളും ഹൈറ്റും, അത് നേരത്തെ നമ്മൾ ടൂള് കണ്ടതാണ്. 2 പോയിന്റ് റേഡിയസും പിന്നെ പോയിന്റ് വെക്റ്റർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. ഈ പോയിന്റ് വെക്റ്റർ ആംഗിൾ എന്ന് പറഞ്ഞാല് ഏത് പോയിന്റ് ആണ് പിന്നെ അതിന്റെ വെർട്ടെക്സ് ആയിട്ട് വേണ്ടത്, അതേപോലെ വെക്റ്റർ വെച്ചാൽ അതിന്റെ ആക്സിസ് കാണിക്കുന്ന ഡയറക്ഷൻ, പിന്നെ അതിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടത് 2 കോൺ വെച്ചാൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന കോണാണ് വേണ്ടത്. അപ്പൊ അതിന്റെ കമാൻഡ് ഇൻഫിനിറ്റ് കോൺ എന്ന് തന്നെയാണ് അതിന്റെ കമാൻഡ്. ഓക്കെ, ഇൻഫിനിറ്റ് കോൺ. ഈ പോയിന്റ് വെക്റ്റർ ഇൻഫിനിറ്റ് കോൺ പോയിന്റ് വെക്റ്റർ ആംഗിൾ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ 2 കോണും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, നമ്മുടെ അപെക്സ് ആ പോയിന്റും ഇതിന്റെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലായിരിക്കണം ഇതിന്റെ ആക്സിസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെമി വെർട്ടിക്കൽ ആംഗിൾ എത്ര ഉണ്ടാവണം എന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇതിന്റെ സെഡ് ആക്സിസ് തന്നെ ഇതിന്റെ ആക്സിസ് ആയിട്ട് മനസ്സിൽ കാണാം. അപ്പൊ വെക്റ്റർ സെഡ് ആക്സിസിലുള്ളൊരു വെക്ടർ ആയിരിക്കും.
ഇവിടെ വെക്ടർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലൈൻ കൊടുക്കാം, ഏത് കൊടുത്താലും എടുക്കും. ആംഗിള്, സെമി വെർട്ടിക്കൽ ആംഗിള് വേണമെങ്കിൽ ആ ആംഗിള് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനൊരു സ്ലൈഡർ കൂടി കൊടുക്കാം. അപ്പൊ ഏതായാലും നമ്മൾ ഈ 3 കാര്യങ്ങള്, ഈ പോയിന്റ്, പിന്നെ വെക്ടർ, സെമി വെർട്ടിക്കൽ സോറി കോണിന്റെ ആക്സിസിന്റെ ആ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു വെക്ടർ, ആംഗിൾ. അപ്പൊ ആദ്യം നമ്മൾ ആ ആംഗിളിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം, ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ. ഓക്കെ, ആംഗിൾ സ്ലൈഡർ ആൽഫ എന്ന് പേരുണ്ട്. അപ്പൊ അത് ആൽഫ എന്ന് കിടന്നോട്ടെ. ഇനി നമുക്ക് സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ വേണം. നമ്മൾ വെക്ടർ ടൂൾ എടുത്തിട്ട് സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ യു എന്ന് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ പോയിന്റ് A00 ആ പോയിന്റും അവിടെ ഉണ്ട്. ഇൻഫിനിറ്റ് കോൺ പോയിന്റ് എ ആണ്. വെക്ടർ യു എന്നെടുക്കുന്നു, ആംഗിൾ ആൽഫ എന്നെടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺ. പിന്നെ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടി പോയാൽ ഇതിന്റെ ഫെയ്ഡിങ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. ഫെയ്ഡിങ് ഇല്ല. അല്ലെങ്കിൽ ഈ ഫെയ്ഡ് ചെയ്യുന്നത് മാറ്റാനുള്ള വേറൊരു വഴിയുണ്ട്. ഈ ഗ്രാഫിക്സിന്റെ ഒരു സെറ്റിംഗ്സ്, ചിലപ്പോൾ അതില് ഫെയ്ഡിങ് എന്നുള്ള പ്ലെയിന്റെ കണ്ട പോലെ നമ്മൾ കാണുന്നുണ്ട്. ഗ്രാഫിക്സിന്റെ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഒന്ന് മാറ്റിയാൽ മതി. ഇതില് യൂസ് ക്ലിപ്പിംഗ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പൊ അതിന്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത പോലെ മാറിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കാണിക്കാം. ക്ലിപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാല് ഷോ ക്ലിപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ബോക്സിനുള്ളിൽ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഇത് കട്ടായി പോയ പോലെ തോന്നുന്നതിന്റെ ഒരു കാരണം ഈ ബോക്സിന് പുറത്തേക്കുള്ള ഭാഗം നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഇനി ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പോലെ നമുക്ക് ചെറുതാക്കൊക്കെ ചെയ്യാം. നമ്മുടെ ചില കൺസ്ട്രക്ഷനിലൊക്കെ ആ ക്ലിപ്പിംഗ് ഉള്ളപ്പോഴാണ് നമുക്കൊരു എഫക്റ്റ് വരിക. ഇവിടെ ഇപ്പൊ നമുക്കത് വേണം. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ പ്ലെയിൻ എടുത്തിട്ട് ഈ പ്ലെയിൻ ഇതിനെ കട്ട് ചെയ്യുന്ന ആ ഒരു കർവ് ഇതിപ്പോ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുന്നില്ല. ഈ ആംഗിൾ ഒന്ന് മാറ്റി കഴിഞ്ഞാല് ഇപ്പൊ പ്ലെയിൻ ടിൽറ്റ് ചെയ്തിട്ടില്ല. നമ്മളതിന് പകരം ഈ ഇതിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ ഒന്ന് മാറ്റാം. എങ്ങനെയാണ് നമുക്ക് അടുത്തതിന്റെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് ആ കർവ് കാണാം. ഇപ്പൊ ഇത് നമുക്ക് ഈ പ്ലെയിൻ ഇപ്പൊ പാസ് ചെയ്യുന്നത് ഒറിജിൻ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒറിജിൻ തന്നെയാണ് ഇതിന്റെ കോണിന്റെ അപെക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഇന്റർസെക്ട് ചെയ്യുന്നത് രണ്ട് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തോന്നിയത്. ഓക്കെ, നമ്മൾ ആ പ്ലെയിൻ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറും.
ഷേപ്പ് മാറി. ഇതൊരു സൗണ്ട് ക്ലിയർ ആവുന്നു. ആക്സസ് ഒക്കെ ഒന്ന് കളയുന്നു. ഇനി കോർ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകപ്പെട്ടുള്ള ശരിക്കും ഇവിടെ കാണാം. ആ വെക്ടർ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഒന്ന് നിൽക്കട്ടെ, കാരണം കുറച്ചധികം ഞാനതിൽ പറഞ്ഞു. ഇത്രയും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കും. വോയിസ് ക്ലിയർ ആവുന്നില്ല സർ. അതെനിക്കൊന്ന് ആ വീഡിയോവും വോയിസും തമ്മിലൊരു ലിങ്ക് ഇല്ലാണ്ടായിപ്പോയി തോന്നുന്നു. വോയിസ് കുറച്ച് ഡിലേഡ് ആയിട്ടാണ് വന്നത്. ഒട്ടും ക്ലിയർ ആയിരുന്നില്ല സർ വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ് സർ. ഇപ്പൊ കേട്ടു. ഇപ്പൊ കേട്ടോ, പക്ഷെ നേരത്തെ പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ല അല്ലെ? അല്ല, ആൾക്കാർ സംഭവം കണ്ടു കഴിഞ്ഞിട്ടാണ് സൗണ്ടിന് പ്രശ്നങ്ങള്. ഓക്കെ ഓക്കെ ലാസ്റ്റ് കുറച്ച് സമയം മാത്രം. ഓക്കെ. അപ്പൊ ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ആ കണ്ട ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. സർ കോൺ കൺസ്ട്രക്ട് ചെയ്ത് മനസ്സിലായി. ആ പ്ലെയിന്റെ കട്ടിങ് ഒന്നും കൂടെ ഒന്ന് പറയാമോ സർ? അവിടെ ആകുമ്പോഴാണ് വോയിസ് ഒരു ചെറിയ പ്രോബ്ലം വന്നിരിക്കണം. ഓക്കെ, നോക്കാം. കണ്ട ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. സർ പ്ലെയിൻ കട്ട് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ സർ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ, നോക്കട്ടെ എന്താണുള്ളത്. ഇതില് കോൺ കട്ട് ചെയ്യുന്ന ഭാഗം, അതാണോ സംശയം തോന്നിയത്? പ്ലെയിൻ കോണിനെ കട്ട് ചെയ്യുന്നത്. അതെ അതെ, ആ ഇന്റർസെക്ഷൻ എടുത്തതേ നേരത്തെ എനിക്ക് മിസ്സിംഗ് ആയി സർ. അല്ല, അത് മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇന്റർസെക്ട് ടൂൾ എടുത്തിട്ട്, ഇതാണ് ഇന്റർസെക്ട് ചെയ്യാനുള്ള ടൂള്. ഈ ടൂൾ എടുത്തിട്ട് ഈ രണ്ട് സർഫസിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് നമ്മുടെ ഈ കോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പ്ലെയിനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിൽ വേറെ കോംപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ പോയിന്റിന്റെ ഇന്റർസെക്ഷൻ ആയിരുന്നു. ആ ഓക്കെ സർ, അപ്പൊ പിടികിട്ടി. അത്രേ ഇതിലുള്ളൂ. മറ്റെന്തെങ്കിലും ഓക്കെ ഡൗട്ട്? സർ. മറ്റെന്തെങ്കിലും? വേറെ എല്ലാം സാറിന്റെ കൂടെ കൺസ്ട്രക്ട് ചെയ്ത് പോന്നിട്ടുണ്ട് സർ, കുഴപ്പം തോന്നിയില്ല. ഓക്കെ. സുഗേഷ് സാറേ, സുഗേഷ് സാർ കേൾക്കുന്നുണ്ടോ? നമുക്കൊരു പർട്ടിക്കുലർ പ്ലെയിനിന്റെ അതേ ആംഗിളില് വ്യൂ ചെയ്യാം. ഓക്കെ കിട്ടി. ഓക്കെ, എനിക്ക് അതിലൊരു സംശയം, അത് കമാൻഡ് ആണെന്നൊരു സംശയം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മള് ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു പ്ലെയിൻ, അതിന്റെ അതേ ആ പ്ലെയിനിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് 2D വ്യൂ ഫ്രം ദിസ് പ്ലെയിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ നമ്മുടെ ഗ്രാഫിക്സ് വ്യൂ പോലെ തന്നെ ഒരു സാധനം കിട്ടും. ഇത് ഇപ്പൊ ആ ഈ പ്ലെയിനാണ് നമ്മൾ കാണുന്നത്. ഈ കട്ട് ചെയ്യുന്ന ആ പ്ലെയിനാണ് ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ കർവ് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ,
അപ്പൊ ഇതുവരെ ക്ലിയർ ആയെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതുവരെ ഓക്കെ ആണെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ. അപ്പൊ തൽക്കാലം ഞാൻ ഈ വ്യൂ ഒക്കെ കളയുന്നു, നമുക്ക് അത് പിന്നെ നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പ്ലെയിൻ ഒരു ഫിക്സഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ പ്ലെയിനെ സത്യത്തിൽ ടിൽറ്റ് ചെയ്തിട്ടില്ല, അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് ശരിക്കും ഈ കോണിക് സെക്ഷന്റെ ഡിസ്കഷനിൽ വരുന്നത് ഈ ഒരു പ്ലെയിൻ, ഈ കോണ് ഫിക്സഡ് ആക്കി നിർത്തിക്കൊണ്ട്, അതായത് അതിന്റെ സെമി വെർട്ടിക്കൽ ആംഗിൾ ഫിക്സഡ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പ്ലെയിനെ ഒന്ന് ടിൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ ഈ പ്ലെയിനെ ഒന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റണം. ഓക്കെ, അത് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റണം. മറ്റൊന്ന്, ഈ പ്ലെയിനെ നമുക്കൊന്ന് ടിൽറ്റ് ചെയ്യിക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത്. നമ്മുടെ ആ ഒരു അപ്ലെറ്റ് ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഇയറിന്റെ 3D നമ്മൾ 3D അല്ല, കോണിക് സെക്ഷനിൽ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ തൽക്കാലം ഈ പ്ലെയിൻ പോട്ടെ, ഇത് ഡിലീറ്റ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഈ പ്ലെയിനെ നമുക്കൊന്ന് ടിൽറ്റ് ചെയ്യണം. മറ്റൊന്ന്, ഈ പ്ലെയിനെ നമുക്കൊന്ന് മൂവ് ചെയ്യിക്കണം, ചില പാരലായിട്ടൊന്ന് മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന, ടിൽറ്റ് ചെയ്യാൻ എന്തായാലും ഒരു ആംഗിൾ നമുക്ക് വേണം. അപ്പൊ ആദ്യം നമ്മൾ ഒരു ആംഗിൾ സ്ലൈഡർ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു. നമ്മളിനി കൺസ്ട്രക്ഷന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആക്സസ് ഒക്കെ ഒന്ന് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പ്ലെയിൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കണ്ടിട്ട്, ആ പോയിന്റിനെ നമ്മളിപ്പോ നമ്മുടെ കോൺ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഡ് ആക്സിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ കൂടി പ്ലെയിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇതിനെ നമുക്കൊന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം കൂടി പ്ലെയിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. ഇതും വല്ലാതെ ഡിലേ വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഓൺ ചെയ്യുമ്പോഴാണ്, മീറ്റിന്റെ സൗണ്ട് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഡിലേ വരുന്നത്. ഇപ്പൊ ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഓക്കെയാണ്. ശരി 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 ശരി, ഞാൻ ഇടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ. ശരി, അപ്പൊ ഇവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ ആദ്യം സെഡ് ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുന്നു. അങ്ങനെ ഒരു പോയിന്റിനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടി നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്താൽ മതി. സ്ലൈഡറിന്റെ പേര് ഡിഫോൾട്ട് ആയിട്ട് എ എന്ന് വന്നിട്ടുണ്ട്. ഇൻക്രിമെന്റ് 0.1 എന്ന എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ സ്ലൈഡർ ഉപയോഗിച്ച് ഞാൻ ആൽജിബ്ര വ്യൂ ഒക്കെ തൽക്കാലം ക്ലോസ് ചെയ്തിരുന്നു കേട്ടോ, ഒന്ന് ഹാങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ലൈഡറിന് ഉപയോഗിച്ച് നമ്മളൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാണ്. 0 0 സ്ലൈഡറിന്റെ പേര് എ എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സെഡ് ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ ഈ പ്ലെയിൻ ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടല്ല. നമുക്ക് ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഗിവൺ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, ആ പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ഉണ്ട്, പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്ന ടൂള്. അല്ലെങ്കിൽ ഇതേ കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ ടൂൾ ഉപയോഗിച്ചാൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്താൽ ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വെക്ടർ നമ്മൾ സെലക്ട് ചെയ്താൽ ആ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ പ്ലെയിനെ ടിൽറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് ടിൽറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം
ആദ്യം നമ്മളൊരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പോയിന്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് സെഡ് ആക്സിസിലാണ് തൽക്കാലം ഞാൻ എടുക്കുന്നത്. ഓക്കെ, സെഡ് ആക്സിൽ ഒരു പോയിന്റ്. ഇനി ഇതൊന്ന് ടിൽറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആംഗിൾ വേണം. അതിനുവേണ്ടി നമ്മളൊരു ആംഗിൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പോയിന്റ് ഇപ്പൊ വെറുതെ വന്നതാണ്. അതുപോലെ നമുക്കൊരു 90 ഡിഗ്രി വരെ മതിയാവും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഉദ്ദേശം ഈ പോയിന്റിനെ ഞാൻ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ബൈ ദിസ് ആംഗിൾ ബീറ്റ. ഈ എക്സ് ആക്സിസ് ആക്കിക്കൊണ്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓക്കെ, ഇപ്പൊ ഞാനത് ഒന്ന് കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇത് തിരിച്ചു വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന് അതിന്റെ കമാൻഡ് കൊടുത്താൽ മതി. ഈ പോയിന്റിന്റെ പേരൊന്ന് നോക്കി വെക്കുക. പോയിന്റ് ഡി, റൊട്ടേറ്റ് ചെയ്യിക്കേണ്ട ആംഗിൾ ബീറ്റയാണ്. ഈ ആംഗിള് ഈ ലൈൻ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് റൊട്ടേറ്റ് ഒബ്ജക്റ്റ്, ആ പോയിന്റ് ഡി ആയിരുന്നു, ഡി ബൈ ആൻ ആംഗിൾ ബീറ്റ. y equal to 0. Axis of rotation y equal to 0 എന്ന് കൊടുത്തിട്ട്, ഓക്കെ, 3D ആയതുകൊണ്ടായിരിക്കും y equal to 0 എന്ന് പറഞ്ഞെടുക്കാത്തത്. അപ്പൊ നമുക്ക് സൗകര്യം എക്സ് ആക്സിസ് ടൈപ്പ് ചെയ്താൽ മതി സർ. എക്സ് ആക്സിസ് ടൈപ്പ് ചെയ്താൽ മതി അല്ലേ? റൊട്ടേറ്റ് ഡി ആംഗിൾ ബീറ്റ എക്സ് ആക്സിസ് സ്പേസ് ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്നത് ആദ്യം ഒറിജിൻ 0 0 കൊടുക്കുന്നു. 0 0 0 ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യും. ഈ പോയിന്റിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെക്ടറായി. ഇനി ഈ പഴയ പോയിന്റൊക്കെ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ പോയിന്റ് നമുക്ക് വേണം. നമ്മുടെ ഉദ്ദേശം ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന നമ്മുടെ ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇനി അതിന് വേണമെങ്കിൽ കമാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ടൂൾ എടുത്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഈ വെക്ടറിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പ്ലെയിൻ കിട്ടും. ഈ പ്ലെയിനെ ടിൽറ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഇതെടുത്താൽ മതി. ഓക്കെ, ഇത്രയും മതിയായിരിക്കും. നമുക്ക് ഒരു 90 ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇനി നമുക്ക് ആൾജിബ്ര വ്യൂയിലോട്ടൊന്ന് പോയിട്ട് ഈ വെക്ടർ ആവശ്യമില്ല, ഈ പോയിന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ കോൺ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു കർവ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ പ്ലെയിനിന്റെ ഡയറക്ഷൻ, ഈ പ്ലെയിനിന്റെ ഡയറക്ഷൻ നമുക്ക് ഇതിനെ ഒന്ന് വ്യൂ ചെയ്യാം. ആ പ്ലെയിനിന്റെ പേര് സി എന്നാണ്, അതുകൊണ്ടാണ് ക്രിയേറ്റ് 2D വ്യൂ ഫ്രം സി എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആക്സസ് ഒക്കെ വേണമെന്ന് വയ്ക്കാം.
നമ്മൾ ഇവിടെയാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് XY പ്ലെയിനൊന്നും വേണ്ട. ഇത്രയും മതിയാവും നമുക്ക് നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ ഇത് ഇനിയിപ്പോ ഈ ബീറ്റ മാറുന്നതിനനുസരിച്ച് ഈ പ്ലെയിൻ നമ്മൾ ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കർവ് മാറുന്നത് കാണാം. ഇപ്പൊ ഇത് 90 ഡിഗ്രി 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ബീറ്റ 0 ഡിഗ്രി മീൻസ് ഇവിടെ നമ്മുടെ ആക്സിസിന് ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് +2 ഡിസ്കസ് ചെയ്യുമ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല എടുക്കുന്നത്. ഇനി ആ ബീറ്റ മാറുന്നതിനനുസരിച്ച് ഇത് എലിപ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഒരു പർട്ടിക്കുലർ കേസിൽ ആൽഫയും ബീറ്റയും ഈക്വൽ ആവുമ്പോൾ, അപ്പോ ഇത് ഇതിന്റെ ഇൻക്രിമെന്റ് നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് ചാടി പോകുന്നത്. ബീറ്റയുടെ ഇൻക്രിമെന്റ് ഡിഗ്രി ആണ്. നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ആൽഫയും ബീറ്റയും ഈക്വൽ ആണ്. ആൽഫയും ബീറ്റ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇത് പരാബോള ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഡിസ്കഷനൊക്കെ നമുക്കറിയാം. ആൽഫ ബീറ്റ ഈക്വൽ ആകുമ്പോൾ ഈ ജനറേറ്റിംഗ് ലൈനിന് പാരലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പരാബോള വരുന്നത്. ഇനി ബീറ്റ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ ഇത് ഹൈപ്പർബോളയാണ്. ആക്ച്വലി അതിന് ഇപ്പൊ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മൾ കാണാത്തതാണ്. അതൊന്ന് താഴെയൊക്കെ ഉണ്ടാവും, ഇവിടെ ആയിട്ട് ഉണ്ടാവും 2nd ബ്രാഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നുകൂടി ടിൽറ്റ് ചെയ്താൽ നമുക്ക് ആ ബ്രാഞ്ച് കിട്ടും. ഇങ്ങനെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്ലറ്റ് ആണ്. മാത്സ് ലാബിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്ലറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. സർ, ഈ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഓരോന്നും ഹൈപ്പർബോള എലിപ്സ് എന്നൊക്കെ ടെസ്റ്റ് കൂടെ വരുന്നതിന് ടെക്സ്റ്റ് നമ്മള് കൊടുക്കുന്നതാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഹാങ് ആവാനൊരു സാധ്യത ഉണ്ട്. നോക്കാം. നമ്മളിപ്പോ ഇതിലൊരു ടെക്സ്റ്റ് എൻട്രി ചെയ്യാം. പരാബോള. ഓക്കെ, ഇപ്പൊ പരാബോള എന്നുള്ളൊരു ടെക്സ്റ്റ് വന്നു. പക്ഷെ നമുക്ക് ഈ പരാബോള എന്ന് പറയുന്ന ടെക്സ്റ്റ് എപ്പോഴും കാണേണ്ട ആവശ്യമില്ല. പരാബോള വരുന്ന കണ്ടീഷൻ എപ്പോഴാണെന്ന് നമ്മളൊന്ന് നോക്കുക. അതായത് ഇതിപ്പോ പരാബോളയാണോ എലിപ്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആൽഫയുടെയും ബീറ്റയുടെയും ടേംസിലാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പരാബോള എന്ന് പറയുന്ന ടെക്സ്റ്റ് നമുക്ക് കാണുന്നത് ആൽഫയും ബീറ്റയും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പൊ നമ്മളിവിടെ അതിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അഡ്വാൻസ്ഡ് എന്നുള്ളതിൽ കണ്ടീഷൻ ടു ഷോ ഒബ്ജക്ട് എന്നുള്ള ഉണ്ട്. അവിടെ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് കൊടുക്കുക. അതിൽ ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഈക്വൽ ടു എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് ഈക്വൽ ടു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ടു എന്ന് 2 തവണ ടൈപ്പ് ചെയ്യുക. ആ കമാൻഡ് അങ്ങനെയാണ് ഉള്ളത്. സോ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നോക്കാം. പരാബോള എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇപ്പൊ കാണുന്നില്ല. ഇനി നമ്മള് ബീറ്റയുടെ വാല്യൂ ആൽഫ ബീറ്റ ഈക്വൽ ആകുമ്പോൾ മാത്രം ആ ടെക്സ്റ്റ് കാണും. ഇതേപോലെ അടുത്ത ടെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് എലിപ്സ് വേണം. എലിപ്സ് വേണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? അല്ലെങ്കിൽ സർക്കിൾ വേണം. സർക്കിൾ വേണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഇപ്പൊ സർക്കിൾ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതനുസരിച്ച് സർക്കിൾ കിട്ടുന്നത് ബീറ്റ 0 ആകുമ്പോഴാണ്. അപ്പൊ സർക്കിൾ എന്ന് കൊടുത്തിട്ട് അതിന്റെ കണ്ടീഷനിൽ ബീറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എലിപ്സ് കിട്ടുന്നത് ബീറ്റയുടെ വാല്യൂ 0യ്ക്കും ആൽഫയ്ക്കും ഇടയിൽ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോ എലിപ്സ് എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ട്
അതിന്റെ കണ്ടീഷൻ. സീറോ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ആൽഫ. ഓക്കെ, അപ്പൊ സീറോ ആകുമ്പോൾ നമ്മൾ സർക്കിളിൽ നിന്ന് കൊടുത്തിട്ടില്ല, സർക്കിളിൽ നിന്ന് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ സീറോ ആകുമ്പോൾ സർക്കിൾ കാണിക്കും. ഈ കേസിലൊക്കെ ഇത് എലിപ്സ് കാണിക്കും. അങ്ങനെ വന്ന് ആൽഫയും ബീറ്റയും ഈക്വൽ ആവുന്ന കേസ് അത് പരാബോള എന്ന് കാണിക്കും. ഇനി അടുത്തത് ഹൈപ്പർബോള എന്നുള്ളതിന് നമുക്ക് അടുത്ത ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം? Okay, sir. ഇതുവരെ ഓക്കെ ആണോ? Okay, sir. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതില് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നോ 3D സർഫസിനെ കുറിച്ച്? എന്താ പരാബോളോയിഡ്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് നമുക്കത് +2 അത് അത്ര ആവശ്യം വരുന്നില്ല, എന്നാലും വെറുതെ ഒന്ന് പറയാവുന്നതാണ്. അപ്പൊ തൽക്കാലം നമ്മൾ ഇതൊക്കെ ഒന്ന് കളയുന്നു. ഓക്കെ, നമുക്ക് 3D സർഫസിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ, അതിന്റെ ഇക്വേഷനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇക്വേഷൻ കൊടുത്തുകൊണ്ട് അങ്ങനെ പല സർഫസും നമുക്ക് വരയ്ക്കാം. ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയുകയാണ്. x² പ്ലസ് y². ഓക്കെ, സ്ക്വയർ വന്നിട്ടില്ല. അത് പക്ഷെ കുറച്ച് സമയം എടുക്കും, 3D ആയതുകൊണ്ട്. അതുകൊണ്ട് അത് വേറെ എന്തോ ആണോ വന്നത്. x² പ്ലസ് y². ഓക്കെ, ഇതിപ്പോ ഒരു പരാബോളോയിഡ് ആണ്. പരാബോളയുടെ ഒരു 3 ഡയമെൻഷണൽ സാധനം. ഇതിനെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിൻ, നമുക്കിപ്പോ ഒരു പ്ലെയിൻ x=0 എന്നൊരു പ്ലെയിൻ, ഓക്കെ, ഈ ഒരു പ്ലെയിൻ ഇതിനെ കട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടാലേ അറിയാം. ഇത് കട്ട് ചെയ്യുന്നത് ഒരു പരാബോളയിലായിരിക്കും. അത് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഈ രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ.
ഈ ഇന്റർസെക്ഷൻ നമുക്ക് പരാബോള കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഇതൊന്ന് ഹൈഡ് ചെയ്താലും കാണാം. അപ്പൊ ഇത് തിരിച്ചും നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു പരാബോളയെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതിപ്പോ സിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ പരാബോളകൾ. അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചും ഒന്ന് കാണിക്കാം. അവിടെ നമുക്ക് സൗകര്യം ഇതൊക്കെ അല്ലേ, ഇതിൽ വേറെ സംശയമൊന്നുമില്ല. ആ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ 3D സർഫസിന്റെ ഇക്വേഷനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുത്താൽ കിട്ടും അത്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇതൊന്ന് കളഞ്ഞിട്ട് ആ ഒരു റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മള് y = x² തന്നെ കൊടുക്കും. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഹാങ് ആവുന്നുണ്ട്. ഞാൻ ആ ഒരു എങ്ങനെയാണെന്നുള്ളത് ആ ഒരു രീതി പറയാം. തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഒരു സ്ലൈഡർ എടുക്കുകയാണ്, ഒരു ആംഗിൾ സ്ലൈഡർ ആൽഫ എന്നെന്തെങ്കിലും. എന്നിട്ട് ഈ കർവിനെ നമ്മൾ ഇപ്പൊ ഇത് y ആക്സിസിന് സിമെട്രിക് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അതിന്റെ ഒരു ട്രേസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർഫസ് നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു പരാബോളോയിഡ് ആയിട്ട് അതിൻ്റെ ഒരു സർഫസ് കിട്ടും. ഓക്കെ, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോ സിസ്റ്റം ഹാങ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൽ ചെയ്യുക നടക്കുന്നു. ഇനിയും എന്തെങ്കിലും 3D-യുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ ഏതെങ്കിലും കൺസ്ട്രക്ഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സുബേഷ് സർ? സർ കേൾക്കുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിന് കാത്തിക്കാണ്. അതെ, അവരുടെ പ്രതികരണം വരുന്നില്ല. പ്രതികരിക്കാൻ 10 ആൾക്കാരേ ഉള്ളൂ. നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൽ തന്നെ വരുന്ന മറ്റേ സ്ഫിയറും കാര്യങ്ങളും ഉണ്ടല്ലോ, സ്ഫിയറും പ്ലെയിനും ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള കേസുകളും ഒക്കെ. ഹയർ സെക്കൻഡറിയിൽ സ്ഫിയർ പറയുന്നില്ല. അല്ല, ഇപ്പോഴത്തെ ഇതിലല്ല, നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. പിന്നെ എൻട്രൻസിനും ഒക്കെ ചിലതിൽ ചോദിക്കാറുണ്ടല്ലോ. അത് ഒന്നുമില്ല. ഒന്നെങ്കിൽ സ്ഫിയറിന്റെ ഇക്വേഷൻ നേരിട്ട് അങ്ങ് കൊടുക്കുക. x² + y² + z² = 4 എന്നും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഫിയർ വരും. അല്ലെങ്കിൽ അതിന്റെ ടൂൾസ് ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോ ഹാങ് ആയതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഞാനിപ്പോ 2 സിസ്റ്റത്തിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. ഒരെണ്ണം ഹാങ് ആയി, അടുത്തത് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ്.
അപ്പൊ ഇത് ഹാങ് ആവുന്നിടം വരെ നമുക്ക് പോയിട്ട് നിർത്താം അല്ലേ? ഇതില് സ്പിയറിന് രണ്ട് ടൂൾ ഇതിൽ കാണുന്നുണ്ട്. വേറെ നല്ല ഒന്ന് സെന്റർ സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ സെന്ററും റേഡിയസും കൊടുത്തുകൊണ്ട് നമുക്കൊരു സ്പിയർ വരയ്ക്കാം. അപ്പോൾ സെന്റർ ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, റേഡിയസ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്പിയർ ആയി. ഓക്കെ. ഇനി അല്ലെങ്കിൽ ഇതേ സാധനം തന്നെ നമുക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് വരയ്ക്കാം. സ്പിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. പോയിന്റ് കൊടുക്കുന്നു, ആ പോയിന്റ് സെന്റർ ആയിട്ട് എടുക്കാം, റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയും അടുത്തതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് ആദ്യത്തെ പോയിന്റ് സെന്റർ ആയിട്ടും സെക്കൻഡ് പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്പിയർ നമുക്ക് കിട്ടും. അങ്ങനെ രണ്ട് കമാൻഡ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂളാണ് ഇവിടെ കാണുന്നത്. ഈ രണ്ട് ടൂൾസും ഇത് തന്നെയാണ്. പിന്നെ പ്ലെയിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, എന്നിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ plus y plus 2z equal to okay sir. ക്ലിയർ ഇല്ല സർ. മറ്റെന്തെങ്കിലും ഇനി എന്തെങ്കിലും സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ സിസ്റ്റം ഹാങ് ആയാൽ മാറിയോ? എനിക്ക് ഓഡിയോ കിട്ടുന്നില്ലല്ലോ. അവിടെ സുഖേഷ് സാർ അവിടെ സംസാരിക്കുന്നുണ്ടോ? അല്ല, കേൾക്കുന്നുണ്ട്. സാറേ മീറ്റിന്റെ പിന്നെ ഗൂഗിൾ മീറ്റിന്റെ ഓഡിയോ ഒന്ന് ഓഫ് ആക്കിയാൽ മതി, എന്നാ ക്ലിയർ ആയിരിക്കും. ആ സാർ കേൾക്കുന്നുണ്ട്. ആ മീറ്റിന്റെ ഓഡിയോ ഒന്ന് പിന്നെ ഓഫ് ആക്കിയാൽ മതി, മ്യൂട്ട് ആക്കിയാൽ മതി. ഹലോ, അത് രണ്ട് ഡിവൈസിൽ നിന്ന് വരുന്ന പിന്നെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓഡിയോ കിട്ടുന്നില്ല, എന്താ പ്രശ്നം ഇല്ല. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഡ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഹലോ, ഇവിടുന്ന് സംസാരിക്കുന്നുണ്ട് സാർ. ഇപ്പൊ എനിക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ലാഗ് ചെയ്യുന്ന പോലെ. അല്ല, ഇനിയും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം.
ഓക്കെ. ഇപ്പൊ എനിക്ക് കേൾക്കാം, എന്നെ കേൾക്കാമോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോംവർക്ക് തന്നാ നന്നായിരുന്നു. 3Dയില് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ലാഗ് ചെയ്യുന്നോട് 3Dയിൽ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ മീറ്റിലെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണ്. ഹോംവർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സുഖേഷ് സാർ എന്താ ഹോംവർക്ക് കൊടുക്കണ്ടേ? ഞാൻ ഒരു ഹോംവർക്ക് അല്ല, ഹോംവർക്ക് ഇടാനല്ല, ഞാൻ വെറുതെ ഒരു കാര്യം കൂടി ഇതിന്റെ ചില സാധ്യതകളൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിൽ പലരും കണ്ടിട്ടുള്ളതായിരിക്കാം. സാറിന്റെ ഫാൻ ഒന്ന് കാണിച്ചു കൊടുക്കും. ഫാൻ എടുക്കാം. അത് പറ്റൂല. എന്ത്? അല്ല, അത് ചെയ്യാനല്ല പറഞ്ഞത്. എന്നാലും അതിന്റെ ഒരു വേറൊന്നുണ്ട്, അത് ചെയ്യണ്ട. പക്ഷെ അത് എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് എന്നുള്ളത് നാളത്തേക്കൊന്ന് ആലോചിച്ചിട്ട് വന്നല്ലോ. കാണുന്നുണ്ടോ? ഉണ്ട്. അല്ല, പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 3D ടൂൾസ് ഒക്കെ തന്നെ ഉള്ളൂ. ഇതില് അധികമായിട്ട് ഒന്നുമില്ല. റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇതില് പല കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ ഓസിലേഷൻ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ. ഇനി ഇതിന്റെ സ്പീഡ് റെഗുലേറ്റർ ഉണ്ട്, സ്പീഡ് കുറയ്ക്കാം, വേണമെങ്കിൽ അത് നിർത്താം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഇതിന്റെ ഹൈറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, ഭൂമിയോളം താഴും വേണമെങ്കിൽ. ഓക്കെ. ഞാൻ വെറുതെ ഒരു തമാശന് ഇതിന്റെ ആൾജിബ്ര വ്യൂ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫാനിനെ അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം. ഇത്രയും സാധനങ്ങൾ ഇതിൽ കാണാം. ഓക്കെ. അപ്പോ ഇതിപ്പോ ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, കാരണം അത് എളുപ്പമല്ല. പക്ഷെ ഇതിന്റെ ഒരു ലോജിക്ക് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇത് എങ്ങനെയായിരിക്കും ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ടൂൾസ് ഒക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ ലീഫ്, ഇതൊക്കെ ചില സെക്ടേഴ്സ് ആണ്, സർക്കിളിന്റെ സെക്ടേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ ഇതിന്റെ കവർ കാണുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഇത് സിലിണ്ടർ ആണ്. ഈ ബേസും ഒക്കെ സിലിണ്ടർ ആണ്. ഓക്കെ. അങ്ങനെ ഇതൊന്ന് ടിൽറ്റ് ചെയ്താൽ ഈ പിന്നിൽ കാണുന്ന ഇതൊക്കെ സിലിണ്ടറും സ്പിയറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഇതിനെ? ഇപ്പൊ ഈ 4 സ്ലൈഡറിലാണ് ഇതിന്റെ കൺട്രോളുകൾ ഉള്ളത്. അപ്പൊ എന്തൊക്കെയായിരിക്കും അതിൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മാത്രം ഒന്ന് ആലോചിക്കും. അതൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഫാൻ ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പിനെ കുറിച്ച് ചിന്തിക്കാം അല്ലേ സർ? 7 മണി കഴിഞ്ഞല്ലേ? അതെ അതെ. അപ്പൊ 2 ദിവസമായി നമ്മള് പിന്നെ ഇന്റർമീഡിയറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്റർമീഡിയറ്റ് തീരാണ്. അപ്പോ നാളെയും മറ്റന്നാളുമായിട്ട് അഡ്വാൻസ്ഡ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. നാളെയും മറ്റന്നാളും ഇന്റർമീഡിയറ്റും നടക്കുന്നുണ്ട്. അത് പക്ഷേ ബേസിക് പൂർത്തിയായവർക്കുള്ള ഇന്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഒരു റെപ്പറ്റീഷൻ ആവും അവിടെ കാണുക. അതുകൊണ്ട് ഇന്ന് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ രാമാനുജൻ സാറ് എന്നോട് വൈൻഡപ്പ് ചെയ്യാൻ ആവശ്യപ്പെടാം. വീഡിയോ റെക്കോർഡിങ്ങിന്റെ ലിങ്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതായത് ഞാൻ മധു സാറിനാണ് കൊടുത്തിരുന്നത് ഇന്നലത്തെ ലിങ്ക്. ഇന്നത്തെ ലിങ്കും കൊടുത്തോളാം. അപ്പോ സാർ അത് ഗ്രൂപ്പിൽ ഇടുമായിരിക്കും. വീഡിയോയില് സൗണ്ട് കിട്ടുന്നില്ല. അല്ല, അത് പിന്നെ യൂട്യൂബിലെ വീഡിയോ അല്ല, ശരിക്കും സൗണ്ട് ഉള്ള വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്. ലിങ്ക് അയച്ചിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ ഷെയർ ചെയ്ത ലിങ്ക് അയച്ചിട്ടുണ്ട്. മധു സാറിന് അയച്ചു കൊടുത്തതാണ്. സാറ് തന്നില്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് അറിയില്ലാത്തതുകൊണ്ടാണ്. സർ, ഞങ്ങൾക്ക് ഗ്രൂപ്പൊന്നുമില്ല. ഗ്രൂപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ റീത്ത ടീച്ചറിന് അയച്ചുതരാം. ടീച്ചർ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്താൽ മതിയോ? എന്റെ മെയിൽ ഐ ഡി തന്നാ മതിയോ സർ? ഇല്ല, ഞാൻ വാട്സാപ്പിൽ ഇടാം. ശരി ശരി. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കറിയില്ല, വേറെ ഏതെങ്കിലും ടീച്ചർ ഹയർ സെക്കൻഡറി അല്ലാതെ ഞാനൊരു വേറെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊന്നും ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അതൊരു കാര്യം ചെയ്യൂ, റീത്ത ടീച്ചറുടെ നമ്പർ ഇതിലൊന്ന് ഷെയർ ചെയ്യൂ. ടീച്ചറിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറോട് ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് രാമാനുജൻ സാറേ നമ്പർ ഒന്ന് തരാമോ? ടീച്ചർ അത് പറഞ്ഞാലും മതി. ടീച്ചർ പോയോ? ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ടുണ്ട്. സർ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സർ, ഞാൻ 2 വാക്ക് പറഞ്ഞു. പറയൂ ടീച്ചറെ. സാറേ, ഇത് ഇങ്ങനെ ഒരു കോഴ്സ് ട്രെയിനിങ് വളരെ ഉപകാരപ്രദമായിരുന്നു ഇങ്ങനെ കണ്ടക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഇതുവരെ അറിയാൻ വയ്യാത്ത പുതിയ കാര്യങ്ങളാണ് ഇന്ന് ഈ 2 ദിവസം കൊണ്ട് കിട്ടിയിരുന്നത്. ജിയോജിബ്രയുടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ വളരെ പാടുപെട്ടാണ് പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പലതും ഈസി ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലായത് തന്നെ വളരെ ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് കോഴ്സിന്റെ ലിങ്ക് ഇനി ഞങ്ങൾക്ക് മെയിലിൽ തന്നെയാണോ കിട്ടുന്നത്? ഓക്കെ സാർ, അപ്പം വളരെ ഉപകാരം സാർ. ഇങ്ങനൊരു കോഴ്സ് കണ്ടക്ട് ചെയ്തതിന് ഇനിയുള്ള കോഴ്സുകളിലും പങ്കെടുക്കുന്നതിന് താല്പര്യമുണ്ട്. വളരെ നന്ദി സാർ. ജിബ്രന്റെ കാര്യത്തില് രാമാനുജൻ സാർ എന്ന് വെച്ചാൽ ഒരു കടല് പോലെയാണ്. നമുക്ക് ഈ 2 ദിവസം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമേ കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് ഇനിയും കിട്ടാനുണ്ട് സാറ് കയ്യിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങൾ 2 ദിവസത്തിൽ നമ്മൾ പഠിച്ചു.
എനിക്ക് സാറിന്റെ ക്ലാസ് കാണുമ്പോൾ ആ സ്ലൈഡറായിട്ട് കണക്ട് ചെയ്തത് എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു. അത് ഇന്നലെ എനിക്കത് ക്ലിയർ ആയി. ഭയങ്കര താങ്ക്സ് സാർ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഞാനും തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു. ഇതിനു മുമ്പ് ബേസിക് കോഴ്സുകൾ 1-2 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, CBSE, ICSE ഒക്കെയാണ്. നമുക്ക് ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളും സെമിനാറുകളും കുറവാണ്. പക്ഷെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഒരു പ്രാവശ്യം നമ്മുടെ റാണ സാറിനെ പരിചയപ്പെട്ടതും അങ്ങനെ സാർ വഴിയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ഇതുപോലെ ഫ്യൂച്ചർ ആയിട്ട് എന്തെങ്കിലും ഉള്ളത് അറിയാനുള്ളൊരു ഓപ്ഷൻ കൂടി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. എനിവേ താങ്ക് യു സർ. ഓക്കെ, അപ്പോ സുധീർ സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ അഡ്വാൻസ്ഡിനും ഇതേ ലിങ്ക് ആവും. ഇതേ ലിങ്ക് പോരെ സർ? അല്ലേ? മതിയല്ലോ. അത് മറ്റൊരു കൂടി ഷെയർ ചെയ്യാം. അതും അത് ചെയ്യുന്നുണ്ടാവും അല്ലെ? അഡ്വാൻസ്ഡില് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണ്ടേ? അതെ, അത് ചെയ്യാം. ഓക്കെ. അപ്പൊ അല്ല, ഇന്ന് നിർത്തിയതിന് ഇതിന്റെ ബാക്കിയാണ് അഡ്വാൻസിലേക്ക് പോവാം. ഇതിന്റെ ബാക്കിയായിട്ട് ചെയ്യാം. അപ്പൊ ഇനി ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഒന്ന് പറയാം അല്ലെ? അതും കൂടി നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സർ, റെക്കോർഡഡ് വീഡിയോസ് തരം എങ്ങനെയൊക്കെ അയച്ചിരുന്നത്? അത് ടീച്ചറിന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ടീച്ചറിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. ഏത് ടീച്ചറാണ് സർ? ചാറ്റില് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ചിലപ്പോ എനിക്ക് തോന്നുന്ന പിന്നീട് ഇത് സൈറ്റിലുണ്ടാവൂല്ലേ സാറ്, സുബീർ സാറ്? അല്ല, ഇത് നമ്മുടെ പിന്നെ കോൺഫറൻസിന്റെ ആൾക്കാരുടെ അടുത്തും കൊടുത്തിട്ടുണ്ട്. അവര് ഡൗൺലോഡ് ചെയ്തിട്ട് അവര് പിന്നീട് ലിങ്ക് ഇടുന്നുണ്ടാവും. തൽക്കാലം നമുക്കിപ്പോ ടീച്ചറോടൊന്ന് പറഞ്ഞാൽ കിട്ടും. ഞാൻ പറഞ്ഞത് അതല്ല, നാളെ മറ്റന്നാളും നമ്മള് ചെയ്യേണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. അപ്പൊ ഇന്നത്തെ ഒരു പ്ലാനിങ്ങിൽ അതും കൂടി ഉൾപ്പെടുത്താം. അതെ, നമ്മള് ശരിക്കും ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്. അതായത് നിങ്ങളുടെ സ്വന്തം ടൂളുകൾ, നിങ്ങളിപ്പോ കുറെ ടൂളുകൾ ജിയോജിബ്രയിൽ ഉള്ള ടൂളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് എനിക്കൊരു ടൂൾ ഉണ്ടാക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം, അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം നമ്മൾ ഉദ്ദേശിച്ചത് ഈ കമാൻഡുകൾ വെച്ചിട്ട്, അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്തത് കുറേയും കൂടി പോയിന്റുകൾ പിക്ക് ചെയ്യുകയും ഇടുകയും അങ്ങനെ ലൈൻ വരയ്ക്കുകയും ഒക്കെയാണ്. ഇതിനൊക്കെ തന്നെ ഈക്വാലൻ്റ് ആയിട്ടുള്ള കമാൻഡുകൾ. അപ്പോൾ ആ കമാൻഡുകളിലൂടെ എങ്ങനെ ഇത് ചെയ്യാമെന്നും അതിൽ നിന്നും ഒരു പടി മുന്നോട്ട് കടന്നിട്ട് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്, സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് തിരക്കഥ രചനയാണ്. അപ്പോൾ ജിയോജിബ്ര വെച്ചിട്ട് എങ്ങനെ തിരക്കഥ രചിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് അഡ്വാൻസ്ഡിൽ നമ്മൾ സീക്വൻസ് കമാൻഡ് അഡ്വാൻസ്ഡിൽ വരുന്നതല്ലേ സർ? അതെ നമ്മൾ ചെയ്യണം. നമുക്കിപ്പോ ഒരു ടൂൾസ് വെച്ച് ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ കൂടി സീക്വൻസ് കമാൻഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. അതാണ് അഡ്വാൻസ്ഡില്, അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ചോദിച്ചത്. ഇതല്ലാതെ പറ്റത്തേക്ക് സർ, ഡെറിവേറ്റീവ്സിന്റെ ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്ന ഭാഗമല്ലേ? എങ്ങനെ? അത് ഓക്കെ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ജിയോജിബ്രയാണ്. എന്നുവെച്ചാല് അത് ജിയോജിബ്രയുടെ ചില പിന്നെ ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ശരിക്കും ഒരു കണ്ടന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രം. ഇവിടെ ഇപ്പൊ നമ്മൾ ജിയോജിബ്ര എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ജിയോജിബ്ര എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം, അതിന്റെ ഇടയ്ക്ക് ഒന്ന് നോക്കാമെന്ന് മാത്രം. അപ്പൊ എന്നാൽ ഒന്നിൽ കൂടുതൽ സ്ലൈഡർ
സർ, ഒന്നിൽ കൂടുതൽ സ്ലൈഡർ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട അവസരം വരുമ്പോൾ ഇപ്പൊ ചില സന്ദർഭത്തിൽ ഒരു സ്ലൈഡറിന്റെ കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം അടുത്ത സ്ലൈഡർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ്, അങ്ങനത്തത് സ്ക്രിപ്റ്റിങ്ങിലാണോ വരുന്നത്? അതെ, സ്ലൈഡർ രണ്ടിൽ കൂടുതൽ അങ്ങനെ വരുന്നത് ചില ആപ്ലെറ്റിലാണ്. ഓക്കെ, അപ്പോ നിർത്തല്ലേ സാർ? നിർത്താം സാറേ. ഓക്കെ, അപ്പോ നാളെ കാണാം. ഓക്കെ, അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഔദ്യോഗികമായി അറിയിച്ചു.